ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വേറെ ഒന്നും കാണാനില്ല. പക്ഷെ കുറച്ച് ഉമിയുണ്ട് ഗോതമ്പിൻ്റെ, അത് കുത്തിക്കളയാം. ഇനി ഇതിന് വേണ്ടത് ചെറുജീരകം, അത് കുറച്ചിടാം. അത് കുറച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് എന്ന് പറഞ്ഞാൽ ശർക്കര ഇടുന്നതുകൊണ്ടേ ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയൊന്നും വേണ്ട, ഒരു ശകലം മതി, അല്ലെങ്കിൽ വേറൊരു കുത്തൽ വരും. അപ്പോൾ ശകലം ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. ഇത് ഞാൻ ഇവിടെ പിടിച്ച ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം അത് മതി. ഇനി വേണ്ടത് അപ്പസോഡയാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നുള്ളു അതും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ശർക്കര ചെറു ചൂടിൽ ഒഴിച്ച് കൊടുക്കണം. ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, ചെറു ചൂടിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ആവും. കല്ലൊന്നുമില്ല, അതുകൊണ്ട് അരിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. വേറെ ശർക്കരയിൽ നല്ലപോലെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. ഇത് നല്ല ശർക്കര. അപ്പോൾ ഞാൻ അരിക്കാതെയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നില്ല. നിങ്ങൾ അരിച്ചിട്ട് ഒഴിക്കുക. എല്ലാ ശർക്കരയും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ വെള്ളം നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ ചെറു ചൂടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഈ പരുവത്തിൽ എടുത്താൽ മതി. ഇപ്പോഴത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി പെട്ടെന്ന് നമ്മൾ അപ്പസോഡയും കൂടെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അയഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഈ പരുവം മതി എന്ന് പറഞ്ഞത്. പിന്നെ മധുരമൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ കുറച്ച് മധുരം കൂട്ടുന്ന ആളാണ്. അതുകൊണ്ട് അവനവൻ്റെ ആവശ്യത്തിന് മധുരം ചേർക്കുക. എന്നാൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പം ഇനി ഒരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. പിന്നെ ചട്ടി വെച്ച് കൊടുക്കാം. തീ കത്തിക്കാം. സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ദോശക്കല്ല് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ അയഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണ തേച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുക. തണുപ്പനി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ തീ കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനാണ് തീ കുറച്ച് കൊടുക്കുന്നത്. അപ്പം ആയിട്ടുണ്ടോ എന്നൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതെടുക്കാം. ആയിട്ടുണ്ട്. ഇതേപോലെ ചുട്ടെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്ക് കാപ്പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. നല്ല സോഫ്റ്റായിട്ട് അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. 4 മണി കാപ്പിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പം നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.